രാത്രി തന്നെ ഇത് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ. വേറെ എങ്ങോട്ടേക്കോ അല്ല, നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് നമ്മളൊരു സിനിമ കാണാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ 9 മണിക്കൊരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. പത്മ തിയേറ്ററിലാണ് നമ്മൾ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 9 മണിക്കാണ് ഷോ. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 8:45 അപ്പോൾ ഈ ബ്ലോക്കൊക്കെ അതിന് അവിടെ എത്തുമെന്ന് ഡൗട്ടിലാണ് ഈ പോകുന്നത്. പക്ഷേ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. എനിക്കൊന്ന് വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെയാണ് പടക്കമൊക്കെ പിടിച്ചിരിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ ആ തിയേറ്ററിലെത്തി. അപ്പോൾ ഇവിടെ 2 സിനിമയുണ്ട്. അപ്പോൾ ഏത് സിനിമയായിരിക്കും കണ്ടതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. അപ്പോൾ നമ്മൾ വേഗം ഉള്ളിലോട്ട് കയറുകയാണ്. അധികം ലേറ്റ് ആക്കിയില്ല. വേഗം ടിക്കറ്റൊക്കെ കാണിച്ചു. അതിനുശേഷം കറക്റ്റ് സീറ്റ് നമ്പറൊക്കെ നോക്കി സീറ്റിൽ പോയി ഇരുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ചേട്ടനും കൂടിയാണ് പോയത്. പിന്നെ വിഷുവിൻ്റെ തലേദിവസം ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പടത്തിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. അപ്പോൾ ആലപ്പുഴ ജിംഖാനയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ നെസ്ലിൻ, ലുക്മാൻ, ഗണപതി ഇവരെല്ലാവരും ഉള്ള പടമായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലിനൊരു ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഷോ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ വിശന്നു. തൊട്ടടുത്തുള്ളൊരു തട്ടുകടയിൽ പോയിട്ട് തട്ടദോശയാണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പമാണ് കിട്ടിയത്. അത് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാനിനി ചെറിയൊരു മൂവി റിവ്യൂ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ആലപ്പുഴ ജിംഖാനയാണ് കണ്ടത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഫ്രം ദ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല രീതിയിലാണ് പടം ഫണ്ണായിട്ടാണ് പോകുന്നത്. ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ പടത്തിൽ ലാസ്റ്റിലോട്ട് വരുമ്പോൾ കുറച്ച് തല്ലുമാല റെഫറൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത് പക്ഷെ അത്രയ്ക്ക് വേണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ടതാണ്. സിനിമാറ്റോഗ്രഫി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ സോങ്സ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വളരെ കിടിലനായിട്ടുണ്ട്. പിന്നെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഒരുപക്ഷെ നായകനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തത് വേറെ ക്യാരക്ടേഴ്സാണ്. എന്തായാലും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഫൈറ്റ് സീക്വൻസിലായാലും ബോക്സിങ്ങിൻ്റെ എല്ലാ ഓരോരുത്തരുടെയും സീക്വൻസ് കാണിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് വരുന്നത്, അപ്പോൾ എല്ലാവർക്കും റെലവൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. വേണ്ടാണ്ടായിട്ട് ഒന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യണമൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ടീം തന്നെയാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്നുമുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു നല്ല പടമാണ്. പിന്നെ ഫണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ണി ആയിട്ടുള്ള കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബോക്സിംഗ് ആണ് മെയിൻ. ബോക്സിംഗ് നമ്മൾ ഇത് കണ്ടിരുന്ന് പോയതിൻ്റെ ഓരോ ഷോട്ട് എടുത്തേക്കുന്നതൊക്കെ ജസ്റ്റ് അമേസിങ് ആണ്. ഒന്നും പറയാനില്ല. അത് ആക്ച്വലി നമ്മളിങ്ങനെ സ്ക്രീനിൽ അത് കാണുമ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുവേ ഒരു സിനിമ കാണുമ്പോൾ എപ്പോഴും ഹീറോയിനാണ് പ്രയോറിറ്റി കൂടുതൽ തന്നെ. പക്ഷേ ആ ഒരു ക്ലീഷേ സംഭവങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ കാണുന്ന എല്ലാ ഹൈപ്പും നായകന് ആ സംഭവം ഇവിടെ ഇല്ല. കുറച്ച് ക്ലീഷേ ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കണ്ടിരിക്കാം, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. എന്തായാലും ഒരു 1 ടൈം വാച്ചബിളൊക്കെ ആയിട്ടാണ് തോന്നിയത്. റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എന്തായാലും ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള മൂവി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്.